നമ്മുടെ ഗ്രേറ്റ് ലീഡറായ MP രാമേന്ദ്രൻ സാറാണ്. അറിവിന്റെ നിറകുടമാണ്, പ്രത്യേകിച്ച് ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം. വളരെ ആവേശമാണ് അദ്ദേഹത്തിന്റെ ഓരോ ക്ലാസ്സുകളും. നമുക്ക് അനവധി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുമുണ്ട്. നോട്ട് ചെയ്ത് വെക്കുന്നത് നോട്ട് ചെയ്യാനും നാളൊരിക്കൽ അവരുടെ ടീമിലേക്ക് അത് ഉപകാരപ്രദമാക്കുന്നതിന് വേണ്ടിയുള്ള ഈ ബിസിനസ്സിൽ വിജയിക്കുന്ന എല്ലാ കാര്യങ്ങളും ഓരോ സൂം മീറ്റിങ്ങുകളിലും അദ്ദേഹം നമുക്ക് ഷെയർ ചെയ്യാറുണ്ട്. ഈ അറിവാണ് നമ്മളെ ഈ ബിസിനസ്സിൽ കൂടുതൽ നമ്മളെ വിജയിക്കാനായിട്ട് പ്രാപ്തനാക്കുന്നത്. നമുക്ക് വളരെ ബഹുമാനത്തോടെയും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹാദരവുകളുടെ നമുക്ക് MP രാമചന്ദ്രൻ സാറിനെ നമുക്ക് ഈ സൂം മീറ്റിലേക്ക് ക്ഷണിക്കാം. പ്ലീസ് വെൽക്കം രാമചന്ദ്രൻ സാർ. സൂമിലേക്ക് വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നത്. ഏതായാലും 2025 കമ്പനിക്ക് വളരെയേറെ പ്രതീക്ഷയുള്ള വർഷമാണ്. അതിനേക്കാൾ ഉപരി സൗത്ത് ഇന്ത്യൻ ടീമിൽ ബെന്നി സാറിന്റെ ടീമിൽ പ്രവർത്തിക്കുന്ന നമ്മൾ ഓരോരുത്തരും വലിയ 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 പ്രതീക്ഷകളാണ്. കേരളത്തിൽ 100 കോടീശ്വരന്മാരെ സൃഷ്ടിക്കുമ്പോൾ അതിൽ ഒരു കോടീശ്വരൻ നമ്മളായിരിക്കണം എന്നൊരു ചിന്തയോടുകൂടിയാണ് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കമ്പനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കമ്പനി 17 വർഷം പിന്നിട്ടൊരു കമ്പനിയാണ്. 17 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ്. സ്വന്തമായി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന അപൂർവം ചില മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളിൽ ഒന്നാണ് നമ്മളുടെ ഈ ബയോട്ടൂർ എന്ന് പറയുന്ന കമ്പനി. കമ്പനിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോംബെയിൽ സ്വന്തമായിട്ട് 1 ലക്ഷം സ്ക്വയർ ഫീറ്റ് വരുന്നൊരു ഓഫീസ് കമ്പനിക്ക് സ്വന്തമായിട്ട് തന്നെ. അത് കമ്പനിയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ്. ആരോടും അഭിമാനത്തോട് പറയാവുന്ന ഒരു കാര്യമാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മറ്റൊരു കമ്പനിക്കും ഇല്ലാത്തൊരു പ്രത്യേകതയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക എന്ന് പറഞ്ഞാൽ അത് വേറെ ആർക്കും അവകാശപ്പെടാൻ ഇല്ലാത്തൊരു പ്രത്യേകതയാണ്. മാത്രമല്ല ആയുഷ് മിനിസ്ട്രി അംഗീകരിച്ച ഉൽപ്പന്നങ്ങളാണ് മിക്കവാറും നമ്മൾ എല്ലാവരും തന്നെ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. കൊറോണ യോദ്ധ അവാർഡ് കിട്ടിയ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാന്ത ചികിത്സയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങൾ ഈ കഴിഞ്ഞ 4 വർഷമായിട്ട് വിറ്റഴിച്ച് ലോകത്തിൽ തന്നെ ഒരു തരംഗമായിട്ട് മാറിയ അപൂർവം കമ്പനികളിൽ ഒന്നാണ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളിൽ ഒന്നാണ് നമ്മളുടെ ഈ ബയോട്ടൂർ എന്ന് പറയുന്ന കമ്പനി. ആ പ്രസ്ഥാനത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. MBBS ഡോക്ടേഴ്സ് അംഗീകരിച്ച ഉൽപ്പന്നങ്ങളാണ് എന്നാണ് പല മെമ്പേഴ്സും ചോദിക്കാറുള്ളത്. കാരണം അവരുടെ വാക്ക് അവസാന വാക്ക് എന്നുള്ള രീതിയിലാണ് നമ്മളുടെ സമൂഹം കരുതുന്നത്. ആ ചോദ്യത്തിന് നമുക്ക് മറുപടി പറയാം. MBBS ഡോക്ടേഴ്സ് ഇന്ത്യയിൽ ഏതാണ്ട് 6000-ൽ കൂടുതൽ ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന ഉൽപ്പന്നമാണ്. ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന ഉൽപ്പന്നമാണ്. കഴിഞ്ഞ ദിവസം സൂം മീറ്റിംഗിൽ ഞാൻ പറഞ്ഞാണ്, ഗ്രൂപ്പിൽ ഞാൻ മെസ്സേജ് ഇട്ടതാണ്. അനവധി ഡോക്ടേഴ്സ് ഈ ഉൽപ്പന്നം റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അവര് ഉൽപ്പന്നം കൊടുക്കുന്ന മനോഹരമായ ചിത്രങ്ങൾ നമ്മളുടെ ഗ്രൂപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഒരു MBBS ഡോക്ടർ, ഹൈ ഡിഗ്രിയുള്ള ഒരു ഡോക്ടർ ഉൽപ്പന്നം വേറൊരു ഡോക്ടർക്ക് കൊടുക്കുന്ന ഒരു ചിത്രം കിട്ടുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ്. എത്ര ലക്ഷം രൂപ അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞാലും അവർ അതിനുവേണ്ടി പോസ്റ്റ് ചെയ്യില്ല. ഈ ഉൽപ്പന്നം ഉപയോഗിച്ച് ഗുണഫലം കിട്ടിയത് കൊണ്ട് മാത്രമാണ് അവര് ആ ഉൽപ്പന്നം മറ്റു ഡോക്ടേഴ്സിന് കൈമാറുന്നത്. മറ്റു ഡോക്ടേഴ്സിനാണ് കൈമാറുന്നത്. അതിന്റെ മനോഹരമായ ചിത്രങ്ങൾ നമ്മളുടെ ഗ്രൂപ്പിലുണ്ട്. അത് നമ്മളുടെ സമൂഹത്തിൽ നല്ലൊരു ചലനം തന്നെ സൃഷ്ടിക്കും. മാത്രമല്ല നമ്മളുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രൊഫസറായിരുന്ന രാധാകൃഷ്ണൻ സാറിന് ഈ ഉൽപ്പന്നത്തെ കുറിച്ച് പറയുന്ന മനോഹരമായ വീഡിയോ നമ്മളുടെ ഗ്രൂപ്പുകളിലുണ്ട്. അദ്ദേഹം ഒരു മീറ്റിംഗിൽ സദസ്സിനോട് പറയുന്ന കാര്യമാണ്, അല്ലാണ്ട് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുന്ന കാര്യമല്ല. 100 കണക്കിന് മെമ്പേഴ്സ് പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗിൽ അദ്ദേഹം പറയുന്ന കാര്യമാണ്. ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഒരു ഉൽപ്പന്നമാണ്. ഒരു മനുഷ്യ ശരീരത്തില് അസുഖങ്ങൾ വരുന്നതിന്റെ, ഡിസോർഡർ വരുന്നതിന്റെ 99.9% കാരണം പ്രോപ്പറായ രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കാത്തതുകൊണ്ടും കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്യാത്ത ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് മനുഷ്യ ശരീരത്തിൽ 99.9% അസുഖങ്ങൾ വരുന്നത്. ഈ 2 പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ലോകത്ത് ഇന്ന് വരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് നമ്മളെ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് ഈ വൈറസ് അറ്റാക്ക് പോലുള്ള രോഗങ്ങൾ, ആ രോഗങ്ങളെ പ്രതിരോധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ട് നമ്മളുടെ രോഗപ്രതിരോധ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കണം. ഈ ഉൽപ്പന്നം ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ രോഗപ്രതിരോധ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള വൈറസുകളെയും അറ്റാക്ക് ചെയ്യാനായിട്ട് ഈ ഉൽപ്പന്നത്തിന് സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ഇതിന്റെ ഫീൽഡ് പ്രവർത്തകർ ആരുമല്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ
പ്രൊഫസർ രാധാകൃഷ്ണൻ സാറ് ഒരു മീറ്റിംഗിൽ നൂറുകണക്കിന് മെമ്പേഴ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന മനോഹരമായ വീഡിയോ നമ്മളെ ഗ്രൂപ്പുകളിലുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഉൽപ്പന്നങ്ങൾക്ക് കിട്ടിയ ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റുകളാണ്. ഒരു നിയമപരമായിട്ട് കിട്ടിയ സർട്ടിഫിക്കറ്റിനേക്കാളും ഉപരി ഓരോ മെമ്പേഴ്സ് സംസാരിക്കുന്ന, അത് അവര് ലാഭം ആഗ്രഹിച്ചുകൊണ്ടല്ല, ഈ ഉൽപ്പന്നത്തിന് അത്ഭുതകരമായ ഗുണം കണ്ടപ്പോ ആ അത്ഭുത ആദരവുകളോട് സംസാരിക്കുന്ന വീഡിയോകളാണ് നമ്മളുടെ ഗ്രൂപ്പിലുള്ളത്. അതെല്ലാം തന്നെ നമുക്ക് മറ്റുള്ളവരെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോൾ നമുക്ക് നമ്മുടെ ബിസിനസ്സിന് വളരെയേറെ സഹായകരമായിട്ട് മാറും. അതുപോലെ ISO അപ്രൂവ്ഡ് കമ്പനിയാണ്, ദിവസവും 2 പേ ഔട്ട് കൊടുക്കുന്ന കമ്പനിയാണ്, 500-ൽ പരം കോടീശ്വരന്മാർ സൃഷ്ടിച്ച കമ്പനിയാണ്. ഇന്ന് ലോകത്തിൽ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. 500-ൽ പരം കോടീശ്വരന്മാരെ സൃഷ്ടിക്കുക. ആ സൃഷ്ടിക്കുക എന്നുള്ളൊരു വാക്കിനാണ് അവിടെ പ്രസക്തി ഉള്ളത്. 500-ൽ പരം കോടീശ്വരന്മാരെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് 500-ൽ പരം കോടീശ്വരന്മാരെ സൃഷ്ടിക്കാൻ സാധിച്ചു. നമ്മൾ ഈ കൊച്ചു കേരളത്തിൽ മാത്രം 11 കോടീശ്വരന്മാരെ സൃഷ്ടിക്കാൻ സാധിച്ചു. അത് ആദ്യത്തെ 9 മാസം കൊണ്ട് കോടീശ്വരന്മാരായ വ്യക്തിയുണ്ട്, 10 മാസം കൊണ്ട് കോടീശ്വരന്മാരായി, ആദ്യത്തെ 1 വർഷം കൊണ്ട് കോടീശ്വരന്മാരായ 11 കോടീശ്വരന്മാരെ. അതിൽ നമ്മളെ പ്രിയങ്കരനായ സേവ്യർ വെള്ളത്തറ സാറ്, അദ്ദേഹം 3.5 കോടി രൂപക്ക് മേലെ വരുമാനം ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് വാങ്ങിച്ചു. മാത്രമല്ല സൗത്ത് ഇന്ത്യൻ ടീമിന്റെ ലക്ഷ്യം തന്നെ 2025 ഡിസംബർ 31-ാം തീയതിക്കുള്ളിൽ 100-ൽ പരം കോടീശ്വരന്മാരെ സൃഷ്ടിച്ചുകൊണ്ട് 2025 ഡിസംബർ മാസത്തിൽ ഒരു മീറ്റിംഗ് വെക്കാനുള്ള ഹാള് വരെ അവർ കണ്ടെത്തി, ഹാള് വരെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. 100 കോടീശ്വരന്മാര് നമ്മൾ കൊച്ചു കേരളത്തിൽ മാത്രം. നമ്മൾ ഓരോരുത്തരും ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന മെമ്പേഴ്സ് ആയിരിക്കും. ആ രീതിയിലുള്ള ട്രെയിനിങ് ആണ് നമ്മളെ ബെന്നി സാറിന്റെ ടീമിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഈ 2025 അവസാനിക്കുമ്പോഴേക്കും 5000-ൽ പരം കോടീശ്വരന്മാരുണ്ടാവും. ലോക ചരിത്രത്തിന്റെ ഒരു അത്ഭുതമായിട്ട് മാറാൻ പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ബയോട്ടോറിയം. ഇന്നിപ്പോ നമ്മൾ അഭിമാനത്തോടെ പറയുന്നുണ്ട്, മഹാരാഷ്ട്ര സർക്കാരിന് ഏറ്റവും കൂടുതൽ GST കൊടുക്കുന്ന കമ്പനികളിൽ ഒന്നാണ് നമ്മളുടെ കമ്പനി. കമ്പനികളിൽ ഒന്നല്ല, ഏറ്റവും കൂടുതൽ GST കൊടുക്കുന്ന കമ്പനിയാണ് ഈ ബയോട്ടോറിയം. ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ടൊന്നൊരു മാറ്റമാണ്. 4 വർഷം കൊണ്ട് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച് ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമായ മഹാരാഷ്ട്ര സർക്കാരിന് ഏറ്റവും കൂടുതൽ GST കൊടുക്കുന്ന നമ്പർ 1 കമ്പനിയായിട്ട് ഇന്ന് ഈ ബയോട്ടോറിയം മാറിയെങ്കിൽ ഈ 2025 അവസാനിക്കുമ്പോൾ ബഹുദൂരം പിന്നിലായിരിക്കും മറ്റ് കമ്പനികളെല്ലാം തന്നെ. റെക്കോർഡുകൾ തകർത്തെറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി, 100% നിയമാനുസൃതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി, ഏതാണ്ട് 23 ലക്ഷത്തിൽ പരം സംതൃപ്തരായ കസ്റ്റമേഴ്സിനെ സൃഷ്ടിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. 25 ലക്ഷത്തോളം, ഏതാണ്ട് 25 ലക്ഷത്തോളം സംതൃപ്തരായ കസ്റ്റമേഴ്സിനെ സൃഷ്ടിക്കാനായിട്ട് നമുക്ക് സാധിച്ച്. അതിൽ ഏതാണ്ട് 1 ലക്ഷത്തോളം സംതൃപ്തരായ കസ്റ്റമേഴ്സ് ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഉത്തരമില്ലാത്ത അനവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടിയ ഓരോ വ്യക്തികളും ഈശ്വരന്റെ കയ്യൊപ്പുള്ള ഈ ഉൽപ്പന്നം, അവർ പറയുന്ന ഈശ്വരന്റെ കയ്യൊപ്പുള്ള ഉൽപ്പന്നമല്ല, ഈശ്വരൻ ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഞങ്ങൾക്ക് രണ്ടാമതൊരു ജീവിതം തന്ന ഉൽപ്പന്നമാണ് എന്ന് യൂട്യൂബിൽ നിസ്വാർത്ഥമായിട്ട് പറയുന്ന സാധാരണക്കാരി സന്തോഷത്തോടെ പറയുന്ന, അവരുടെ മുഖത്ത് വിരിയുന്ന ആ വികാരങ്ങളൊന്ന് നോക്കിയാൽ തന്നെ നമുക്കറിയാൻ സാധിക്കും. പ്രസ്ഥാനമാണ് ഈ ബയോട്ടോറിയം, ഉൽപ്പന്നമാണ് ഈ ബയോട്ടോറിയത്തിന്റെ. 1 ലക്ഷത്തോളം ടെസ്റ്റ് മണിയിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തു. ഈ സമയത്ത് ജോയിൻ ചെയ്ത് പ്രവർത്തിക്കുന്ന മെമ്പേഴ്സിനാണ് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. കാരണം ഒരു ട്രെൻഡ് സെറ്റ് ചെയ്ത സമയത്ത് വരുന്ന മെമ്പേഴ്സാണ് ഈ സമയത്ത് വരുന്ന മെമ്പേഴ്സ് ഓരോരുത്തരും. മാത്രമല്ല ഒരു ദിവസം 2 പേ ഔട്ട് കൊടുക്കുന്ന കമ്പനി എന്ന് പറയുന്നത് നമ്മളെ ആയുസ് ഇരട്ടിയാക്കി മാറ്റുന്നതാണ്, നമ്മളെ പ്രവർത്തനം ഇരട്ടിയാക്കി മാറ്റുന്നതാണ്. ഈശ്വരൻ നമുക്ക് ഒരു ദിവസം 24 മണിക്കൂറാണ് തന്നിട്ടുള്ളത്. ആ 24 മണിക്കൂറിൽ 8 മണിക്കൂറാണ് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് നിയമങ്ങൾ തന്നിട്ടുള്ളത്. ആ 8 മണിക്കൂർ പോലും നമുക്ക് പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടുന്നില്ല. പക്ഷെ ഈ ബയോട്ടോറിയത്തിന്റെ മാനേജിംഗ് ഡയറക്ടറുള്ള സാഗർ ജോഷി ഒരു ദിവസം 2 ആയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒരു ദിവസം 2 എന്ന് പറഞ്ഞാൽ 365 ദിവസം എന്ന് പറഞ്ഞാൽ 730 ദിവസമായിട്ടാണ് അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ളത്. 24 മണിക്കൂറിൽ 2 പേ ഔട്ട്. ലോകത്ത് വളരെ അപൂർവമായിട്ട് മാത്രമേ ഈ ഒരു പ്രതിഭാസം ഉള്ളൂ. അതെല്ലാം ഫുൾ ട്രെയിനിങ് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്, ടീമാണ് നമ്മളെ ടീം. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ നല്ല കമ്പനി ആയിരിക്കണം, നല്ല ഉൽപ്പന്നമായിരിക്കണം, നല്ല മാർക്കറ്റിംഗ് പ്ലാൻ ആയിരിക്കണം.
ഇത് മൂന്നും ഉള്ളത് കൊണ്ടാണ് 500-ൽ പരം കോടീശ്വരന്മാരെ സൃഷ്ടിക്കാനായിട്ട് ഈ വൈട്ടൂര്യത്തിന് സാധിച്ചത്. പക്ഷെ ഇന്ന് സാഗർ ജോഷി സാർ പറയുന്നത് ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് കൊടുക്കുന്നത് ഈ കേരളം എന്നുള്ള ഒരു കൊച്ചു സംസ്ഥാനമാണ്. അതിന്റെ കാരണം അദ്ദേഹം പറയുന്നത് ഇവിടെ വിദ്യാസമ്പന്നരായ മെമ്പേഴ്സാണ്. ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരായ മെമ്പേഴ്സ് നമ്മളുടെ കൊച്ചു കേരളത്തിലാണുള്ളത്. അപ്പൊ നമ്മൾ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ഇത്രയേറെ ബിസിനസ് കൊടുക്കാനായിട്ട് നമുക്കിന്ന് സാധിക്കുന്നുണ്ട്. അത് ഈ കേരളീയരായ മെമ്പേഴ്സാണ് ഈ ലോകത്തിന്റെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചരിത്രം മാറ്റിമറിക്കാൻ പോകുന്നത്. പിയർലെസ് ഉണ്ടായിരുന്ന കാലത്ത് ജനങ്ങൾ ഈ ഇന്ത്യയിലുള്ള മുഴുവൻ മെമ്പേഴ്സ് പറഞ്ഞത് പിയർലെസിന്റെ തലവരെ മാറ്റിയത് വൈപ്പിൻ ടീമാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ വൈപ്പിൻ ടീമിന്റെ പേരിൽ തന്നെയാണ് ഞങ്ങൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ വീണ്ടും വന്യാണ്, വൈപ്പിൻ ടീം വീണ്ടും വന്യാണ് എന്നത്. പക്ഷെ ഒരുപക്ഷെ ലോക ചരിത്രത്തിന്റെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചരിത്രം മാറ്റി കുറിക്കാൻ പോകുന്ന മെമ്പേഴ്സ് ഈ കൊച്ചു കേരളത്തിലെ സൗത്ത് ഇന്ത്യൻ ടീമാണ്. എന്താണ് സൗത്ത് ഇന്ത്യൻ ടീമിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശക്തമായ ട്രെയിനിങ് കൊടുക്കുന്ന ടീമാണ് നമ്മളുടെ ടീം. അപ്പം മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ശക്തമായ ട്രെയിനിങ് കിട്ടുന്ന ടീമുകൾക്ക് മാത്രമേ സാധിക്കൂ. നമ്മളുടെ വീട്ടിൽ ജനിക്കുന്ന അടുത്ത തലമുറ ഉന്നതന്മാരായിരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ പല സാമൂഹ്യ സംഘടനകളും IAS അതേപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. കാരണം അവരുടെ സംഘടനയിൽ ഏറ്റവും കൂടുതൽ ഉന്നതന്മാർ ഉണ്ടായിരിക്കണം എന്നുള്ള രീതിയിലാണ് ആ ട്രെയിനിങ് കൊടുക്കുന്നവര്. അതാണ് അവർ ട്രെയിനിങ് കൊടുക്കുന്നത്. എന്നതുപോലെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് കിട്ടുന്ന മെമ്പേഴ്സിന് മാത്രമേ വിജയിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ പഠിച്ചതൊന്നും പ്രയോജനപ്പെടുത്തിയാൽ പോരാ. ലോകം അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ട്രെൻഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ വളർച്ച നോക്കുകയാണെങ്കിൽ 1950-കളിൽ കാർഷിക വിപ്ലവം വന്നു. കാർഷിക വിപ്ലവത്തിന്റെ കൂടെ നിന്ന മെമ്പേഴ്സ് എല്ലാവരും തന്നെ സമ്പന്നന്മാരായിട്ട് മാറി. അതിനുശേഷം 1960-കളിൽ വ്യവസായ വിപ്ലവം വന്നു. അതിന്റെ കൂടെ നിന്ന മെമ്പേഴ്സ് എല്ലാവരും തന്നെ സമ്പന്നന്മാരായിട്ട് മാറി. അതിനുശേഷം പ്ലാസ്റ്റിക് യുഗം വന്നു. അതിന്റെ കൂടെ നിന്ന മെമ്പേഴ്സ് എല്ലാവരും തന്നെ സമ്പന്നന്മാരായിട്ട് മാറി. ഏതാണ്ട് 1990 ആയപ്പോഴേക്കും IT യുഗം വന്നു, ഇൻഫർമേഷൻ ടെക്നോളജി വന്നു. അതിന്റെ കൂടെ നിന്നവരെല്ലാവരും തന്നെ അതുവരെയുള്ള കോടീശ്വരന്മാരെ മറികടന്ന് കുറഞ്ഞ സമയം കൊണ്ട് ലോക കോടീശ്വരന്മാരായിട്ട് മാറി. ഇതിനിടയിൽ ഒരു ഓയിൽ വിപ്ലവം നടന്നു. ആ ഓയിൽ വിപ്ലവത്തിന്റെ കൂടെ നിന്ന മെമ്പേഴ്സും സമ്പന്നന്മാരായിട്ട് മാറി. കൊറോണയ്ക്ക് ശേഷം വന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വെൽനസിന്റെ ട്രെൻഡാണ്. നമ്മളെ പ്രസ്ഥാനം വെൽനസിന്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ലോകത്തിലെ ഏറ്റവും നല്ല കമ്പനികളിൽ ഒന്നാണ് ഈ വൈട്ടൂരി എന്ന് പറയുന്നത്. അപ്പൊ ട്രെൻഡ് സെറ്റ് ചെയ്ത കമ്പനിയാണ്. ഈ കൊറോണയ്ക്ക് ശേഷമുള്ള പ്രതിഭാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ബിസിനസ് തഴച്ചു വളർന്ന കാലഘട്ടമാണ്. ഇവിടെ നമ്മളുടെ കമ്പനി ചെയ്യുന്നത് ഓൺലൈൻ ബിസിനസ്സാണ് നമ്മളുടെ കമ്പനി ചെയ്യുന്നത്. അപ്പോൾ വെൽനസിന്റെ ഭാഗമായിട്ട് ഓൺലൈൻ ബിസിനസിന്റെ ഭാഗമായിട്ട് ഇനി അങ്ങോട്ട് വളരാൻ പോകുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയാണെന്നാണ് ട്രംപ് വരെ പറയുന്നത്. ട്രംപ് അതിനുവേണ്ടി ഒരു സെക്രട്ടറിയെ തന്നെ നിയമിച്ച് ലോകത്തുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളെ മാക്സിമം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ട്രംപിന്റെ ഭരണം വരട്ടിട്ടാ ലോകത്തില് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ഏറ്റവും സുന്ദരമായ കാലഘട്ടമായിരിക്കും ഉള്ളത്. അപ്പൊ 3 ട്രെൻഡ് ഒരുമിച്ച് ചേർന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 3 ട്രെൻഡില് ഒന്നാമത്തെ ട്രെൻഡ് വെൽനസിന്റെ ട്രെൻഡാണ്, രണ്ടാമത്തെ ട്രെൻഡ് ഓൺലൈൻ ബിസിനസിന്റെ ട്രെൻഡാണ്, മൂന്നാമത്തെ ട്രെൻഡ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ ട്രെൻഡാണ്. ഈ 3 ട്രെൻഡിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന മെമ്പേഴ്സാണ് ഇനി ലോക കോടീശ്വരന്മാരായിട്ട് ലോകത്തിന്റെ നെറുകിലേക്ക് വരാൻ പോകുന്നത്. അപ്പൊ ആ ട്രെൻഡിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ആ ട്രെൻഡിൽ ഏറ്റവും നല്ലൊരു കമ്പനിയിൽ നമുക്ക് വന്ന് ജോയിൻ ചെയ്യാനുള്ള അവസരം കിട്ടി. ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടി. ഏറ്റവും നല്ല പ്ലാനിൽ വർക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഏറ്റവും നല്ല പ്ലാൻ എന്ന് പറഞ്ഞാൽ 100 PV മാച്ച് ചെയ്യുന്ന സമയത്ത് 7750 രൂപ വരുമാനം കിട്ടുന്ന വേറെ ഏത് പ്രസ്ഥാനമാണ്? 7750 രൂപ 100 PV മാച്ച് ചെയ്യുമ്പോ നിങ്ങൾ ഏതെങ്കിലും ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി പ്രവർത്തിക്കുന്ന ഒരു ഫീൽഡ് സ്റ്റാഫിനോട് പറഞ്ഞു നോക്ക്. വേറെ ഏത് പ്രസ്ഥാനത്തിലും കോടികൾ പ്രവർത്തിച്ച ഒരു സീനിയറോട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. ഇവിടെ 100 PV 16,500 പ്രീമിയം ഉൽപ്പന്നങ്ങൾ നമ്മൾ വിറ്റഴിക്കുമ്പോൾ, ഒരു ജോഡി നമുക്ക് വിറ്റഴിക്കുമ്പോൾ ജനങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. ആ ഗുണങ്ങളോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്നത് 7750 രൂപയാണ്. ഇത്രയും ഇൻകം കൊടുക്കുന്ന ഒരു ബിസിനസ് പ്ലാൻ ലോകത്ത് ഒരിടത്തും തന്നെ ഇല്ല. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഇൻകം പ്ലാൻ ഉണ്ട്. ഇതിനേക്കാൾ നല്ല ഇൻകം പ്ലാൻ പ്രൂഫ് ചെയ്യാൻ ആരെങ്കിലും തയ്യാറാണെങ്കിൽ ആ വ്യക്തിക്ക് 50 ലക്ഷം രൂപ കൊടുക്കാനായിട്ട്
നമ്മളെ സാഗർ ജോഷി സാർ തയ്യാറാണ്. അദ്ദേഹം 14 വരുമാനം തരാമെന്നാണ് പറയുന്നത്. പകുതി വരുമാനം നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നമുക്ക് വരുമാനങ്ങളുടെ ഒരു പ്രവാഹമായിരിക്കും. ഒരു ഫീൽഡ് സ്റ്റാഫും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കൈ നിറയെ തരാനായിട്ട്. കൈ നിറയല്ല, അദ്ദേഹം ചോദിക്കും കൈ മാത്രമുള്ള കൈ നിറച്ച് തരാനല്ലേ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ കൊട്ടയില്ലെന്ന് ചോദിക്കുന്നത്. കൊട്ട നിറയെ തരാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ ഓരോരുത്തരും ഒന്ന് പ്രവർത്തിക്കാൻ മാത്രം തയ്യാറായി മതി. ഇന്നലെ നമ്മൾ കണ്ടത് പ്ലാന്റ് ബേസ്ഡുള്ള ഉൽപ്പന്നങ്ങൾ നമുക്കിവിടെ PV കണക്കാക്കി, എമൗണ്ട് കണക്കാക്കി ഇന്ന് തുടങ്ങി നമുക്ക് വിൽപ്പന ആരംഭിക്കാം. അത് വളരെ അപൂർവമായ ഒരു ഉൽപ്പന്നം തന്നെയാണ്. ഇങ്ങനെ പുതിയ പുതിയ ലോകത്തെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ തരാൻ ആരാ തയ്യാറുള്ളത്? ഇനി നമ്മളെ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത പറയുകയാണെങ്കിൽ പാറ്റന്റ് ഉൽപ്പന്നങ്ങളാണ്, സയന്റിഫിക്കലി ആയിട്ട് പ്രൂഫ് ചെയ്ത ഉൽപ്പന്നങ്ങളാണ്, നാനോ ടെക്നോളജിയിലുള്ള ഉൽപ്പന്നങ്ങളാണ്, പാറ്റന്റ് ഉൽപ്പന്നങ്ങളാണ്, 100% ലീഗലാണ്, മോഡേൺ ടെക്നോളജി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്, ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ്. നമ്മൾ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകതയാണ്. വേറെ ആർക്ക് പറയാൻ പറ്റും? ഇവിടെ ഫാർമസ്യൂട്ടിക്കലാണ്, ന്യൂട്രാസ്യൂട്ടിക്കലാണ്. വേറെ ആർക്ക് പറയാൻ പറ്റും? ഇത്തരം ഞാൻ കഴിഞ്ഞ സൂം മീറ്റിംഗിൽ പറഞ്ഞതാണ്, ഇത്തരം കുറെ വാക്കുകളൊന്നും കാണാതെ പഠിക്കാനും അവസരോചിതമായിട്ട് പബ്ലിക്കിനോട് പറയാനും നമ്മൾ തയ്യാറാകണം. അവരുടെ ജീവിതത്തിൽ അവർ ഒരുപക്ഷെ ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കുകളായിരിക്കും. ലളിതമായിട്ടൊന്ന് വിശദീകരിച്ചു കൊടുക്കാൻ നമുക്കത് സാധിക്കണം. ഇവിടെ ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, നമ്മുടെ പ്ലാന്റ് ബേസ്ഡ് ഒരു ഉൽപ്പന്നം, അതിന് ഇപ്പൊ MRP 16,250 രൂപയാണ്. ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് 13,900 50 PV നമുക്ക് തരുന്നുണ്ട്. 50 PV. അതിന്റെ ഏകദേശം ഒരു രൂപം ഞാൻ തരാം. പ്ലാന്റ് ബേസ്ഡ് സപ്ലിമെന്റ് ആണ്, അഡ്വാൻസ്ഡ് ഡീടോക്സ് ആണ്. അഡ്വാൻസ്ഡ് ഡീടോക്സ് ഇന്ന് വരെ ഒരു ഉൽപ്പന്നം നമ്മളെ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ തള്ളിക്കളയാൻ സാധിക്കാത്ത ആ രീതിയിൽ. കാരണം ഈശ്വരൻ നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ഈ ഡീടോക്സിൻ മാത്രം ഈശ്വരൻ ചിന്തിച്ചില്ല. നമ്മുടെ ശരീരത്തിലെ ടോക്സിൻ നമ്മുടെ ശരീരത്തിലേക്ക് കയറുമെന്ന് ഈശ്വരൻ വിചാരിച്ചില്ല. കാരണം നമ്മൾ ശ്വസിക്കുന്ന വായുവിലൂടെ, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൂടെ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ, ഇതിൽ മൂന്നിലൂടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടോക്സിൻ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത് എന്നാണ് നമ്മൾ 1-2 വർഷം മുമ്പ് പറഞ്ഞിരുന്നത്. ഇന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ഏറ്റവും കൂടുതൽ ടോക്സിൻ കയറുന്നത് മരുന്നുകളിലൂടെ ജീവൻ രക്ഷിക്കാൻ ഉതകുന്ന മരുന്നുകളിലൂടെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഏറ്റവും കൂടുതൽ ടോക്സിൻ കയറുന്നത്. അപ്പൊ ഈ ടോക്സിൻ എല്ലാം തന്നെ നമുക്കറിയാം നമ്മളെ കോശങ്ങളാണ് അടിഞ്ഞുകൂടുന്നത്. ഈ കോശങ്ങളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ടോക്സിനെ റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന അഡ്വാൻസ് ടെക്നോളജിയിലുള്ള ഡീടോക്സ് ഉൽപ്പന്നങ്ങളാണ് നമ്മളെ പ്ലാന്റ് ബേസ്ഡ് ഉൽപ്പന്നങ്ങൾ. അത് നമ്മളെ ഹാർട്ടിനെ സംരക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹാർട്ട് തന്നെയാണ്. കാരണം നമ്മുടെ ഉദരത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്ന 250 ഗ്രാം മാത്രം ഭാരം വരുന്ന, മുഷ്ടിയുടെ അത്ര മാത്രം വലിപ്പമുള്ള, അല്ലെ, ഒരു 0.8 സെക്കൻഡ് സമയം കൊണ്ട് 90 മില്ലി ബ്ലഡ് പമ്പ് ചെയ്യുന്ന, ഒരു മിനിറ്റ് സമയം കൊണ്ട് ഏതാണ്ട് 5 ലിറ്റർ ബ്ലഡ് പമ്പ് ചെയ്യുന്ന, 1 മണിക്കൂർ സമയം കൊണ്ട് 300 ലിറ്റർ ബ്ലഡ് പമ്പ് ചെയ്യുന്ന, ഒരു ദിവസം സമയം കൊണ്ട് 7500 ലിറ്റർ ബ്ലഡ് പമ്പ് ചെയ്യുന്ന നമ്മളെ ഹൃദയമാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവം. ആ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ ഇന്ന് വരെയും എന്ത് കൊടുത്തിട്ടുണ്ട്? നിങ്ങൾ വായിലേക്ക് വെക്കുന്ന ആ രുചികരമായ ആഹാരം എന്നെ നിലനിർത്തുന്ന, എന്നെ പരിപാലിക്കുന്ന, എന്റെ ജീവൻ നിലനിർത്തുന്ന, എന്റെ ഹാർട്ടിന് ആരോഗ്യമുള്ള ഉൽപ്പന്നമാണ് എന്നെങ്കിലും നിങ്ങൾ ഒരു ദിവസം ചിന്തിച്ചിട്ടുണ്ട്? ഇതെന്റെ ഹാർട്ടിന് ദോഷകരമായ ഉൽപ്പന്നമാണ്, ഇതെന്റെ ഹാർട്ടിന് ഗുണകരമായ ഉൽപ്പന്നമാണ്. ഒരു ദിവസം 7500 ലിറ്റർ ബ്ലഡ് പമ്പ് ചെയ്യാനായിട്ട് ഈ ആഹാരം ഞാൻ കഴിക്കുമ്പോൾ എന്റെ 250 ഗ്രാം ഭാരം വരുന്ന എന്റെ ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് ഈ ആഹാരത്തിന് സാധിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട? എന്നാൽ സാഗർ ജോഷി സാർ പറയുന്നത്, ഈ ബയോട്ടോറിയം പറയുന്നത്, നമ്മൾ പ്ലാന്റ് ബേസ്ഡ് ഉൽപ്പന്നം കഴിക്കുമ്പോൾ നിങ്ങളെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാനായിട്ട്, പരിപൂർണമായിട്ട് സംരക്ഷിക്കാനായിട്ട് ഈ ഉൽപ്പന്നത്തിന് സാധിക്കുന്നുണ്ട്. ഇത് ഷുഗറിനെ ബാലൻസ് ചെയ്യുന്നുണ്ട്, കോൾഡിനെ റിലീഫ് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോ കൊറോണയുടെ മറ്റൊരു തരംഗം ആണ് എന്നാണ് നമ്മൾ ഗ്രൂപ്പുകളിൽ കാണുന്നത്. അത് കൊറോണ എന്ന് പറഞ്ഞാൽ ഒരുതരം കോൾഡാണ്, ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ്. അപ്പൊ ഇവിടെ ഈ പ്ലാന്റ് ബേസ്ഡ് ഉൽപ്പന്നങ്ങള് കോൾഡിനെ റിലീഫ് ചെയ്യുന്നുണ്ട്, ഗാഠമായ ഉറക്കം കിട്ടുന്നുണ്ട്, നിങ്ങളുടെ സൗന്ദര്യത്തെ നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഇത്. അതുപോലെ മെമ്മറി പവർ മാക്സിമം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, നമ്മളെ ജോയിന്റ് പെയിൻ ഇല്ലാതാക്കുന്നുണ്ട്, ലിവറിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉള്ള ഉൽപ്പന്നമാണ്. ഇതോടൊപ്പം തന്നെ ഈ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, ഇന്നലെ ഈ ഉൽപ്പന്നങ്ങളുടെ കമ്പനി നമുക്ക് PV തന്ന് ഇന്നോടേക്ക് വിറ്റഴിക്കാനുള്ള ഒരു അവസരം തന്നിട്ടുണ്ട്.
ഇനിയുള്ള ദിവസങ്ങളിൽ അതിനെ സംബന്ധിച്ച് കൂടുതൽ കാരണം ഓരോ ഉൽപ്പന്നങ്ങൾ പുതുതായിട്ട് വരുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ അതിനെ സംബന്ധിച്ചുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുന്ന ഓരോ ടീം, ഇന്ത്യയിലുള്ള ഓരോ ടീം നമ്മളുടെ ടീമാണ്. അത് നമ്മളുടെ ഒരു ഭാഗ്യം തന്നെയാണ്. അങ്ങനെ ട്രെയിനിങ് കൊടുക്കാൻ കഴിവുള്ള സീനിയേഴ്സ് നമ്മളെ ടീമിലുള്ളത് നമ്മളെ ഭാഗ്യം തന്നെയാണ്. പിന്നെ കമ്പനി ഇത് മാത്രമല്ല, നമ്മൾ ആരോഗ്യം സംരക്ഷിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, ഫാഷൻ രംഗത്തുള്ള കുറെ ഉൽപ്പന്നങ്ങളോട് കമ്പനി വിറ്റഴിക്കുന്നുണ്ട്. പിന്നെ ഹാൻഡ് വാഷ് ഉണ്ട്, ടൂത്ത് പേസ്റ്റ് ഉണ്ട്, ഷാമ്പു ഉണ്ട്, ഷവർ ജെൽ ഉണ്ട്, ഷൂസ് ഉണ്ട്, ഫേസ് വാഷ് ഉണ്ട്, ബോഡി ലോഷൻ ഉണ്ട്, FMCG പ്രൊഡക്റ്റ് ഉണ്ട്. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു ഉൽപ്പന്നം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ബയോഷീ എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നമുണ്ട്. അത് നാനോ ടെക്നോളജിയാണ്. അത് ഒരു നാപ്കിൻ ആണ്. ലേഡീസിന് വളരെ അത്യാവശ്യമായ ഉൽപ്പന്നമാണ്. അത് സ്ത്രീകളുടെ ആരോഗ്യത്തെ 100% സംരക്ഷിക്കാൻ സാധിക്കും. ഈ സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഗർഭാശയ രോഗങ്ങളും സ്വകാര്യ ഭാഗത്തുള്ള രോഗങ്ങളും ഒക്കെ വളരെ കൂടുതലാണ്. അതിനുള്ള ഒരു ആരോഗ്യം അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മളുടെ ഈ ബയോഷീ എന്നുള്ള നാപ്കിൻ അത് നമുക്ക് നല്ല രീതിയിൽ വിറ്റഴിക്കാൻ സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. അപ്പൊ ഈ പുതിയ ഒരുപാട് ഉൽപ്പന്നങ്ങൾ വരുമ്പോഴും, കാരണം ഇന്നിപ്പോ ഏതാണ്ട് 70ഓളം ഉൽപ്പന്നങ്ങൾ നമുക്ക് വിറ്റഴിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. ഈ മാസം തന്നെ ഏതാണ്ട് 300-ൽ പരം ഉൽപ്പന്നങ്ങൾ നമുക്ക് വിറ്റഴിക്കാൻ സാധിക്കും. ഈ വർഷം അവസാനിക്കുമ്പോൾ 3000-ൽ പരം ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കുന്ന ലോകത്തിലെ ഏറ്റവും നല്ല കോമേഴ്സ് ആയിട്ട് ഇത് മാറണേണ്. ഈ ലോകത്തിലെ ഏറ്റവും നല്ല കോമേഴ്സ് എന്നുള്ള ഒരു പ്രത്യേകത അല്ല ഉള്ളത്. ലോകത്തിൽ ആദ്യമായിട്ട് ലോകത്തെ ഏറ്റവും നല്ല കോമേഴ്സ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലൂടെ ചെയ്യുന്ന ഒരേ ഒരു കമ്പനി, ലോകത്തെ ആദ്യത്തെ കമ്പനി, അല്ലെങ്കിൽ ലോകത്തിലെ ഒരേ ഒരു കമ്പനി, അത് ബയോട്ടോറിയം ആയിരിക്കും. അതാണ് ബയോട്ടോറിയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങള് നമ്മളെ മനോഹരമായ സൈറ്റില് മനോഹരമായ ഉൽപ്പന്നങ്ങൾ കാണാൻ സാധിക്കും. അതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് ഉണ്ടാവും, അതിന്റെ MRP ഉണ്ടാവും. അപ്പൊ ആ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസും MRP തമ്മിൽ വലിയ അന്തരം ഉണ്ടാവും. ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1 വർഷം 3000 രൂപ ആയിരിക്കും. അല്ല, MRP എന്ന് പറഞ്ഞാൽ 1 വർഷം 3000 രൂപ ആയിരിക്കും. അതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് 1000 രൂപ ആയിരിക്കും. അപ്പൊ ഇതിൽ കാണുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചോളം സ്വാഭാവികമായിട്ട് അദ്ദേഹം അതിന്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആകാനായിട്ട് തയ്യാറാവും. അപ്പോൾ അന്വേഷിക്കുമ്പോൾ പറയുന്നത് ഏതെങ്കിലും ID നമ്പറുള്ള ഒരാളുടെ അടുത്ത് മാത്രമേ ഡിസ്ട്രിബ്യൂട്ടർ ആകാൻ സാധിക്കുള്ളൂ. അപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് ഒരു ID നമ്പർ ചോദിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇനി വരാൻ പോകുന്നത്. കാരണം ആ വ്യക്തിക്ക് ഒരു ID നമ്പർ ആകണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്പോൺസറുടെ അടുത്ത് മാത്രമേ ID നമ്പർ വാങ്ങിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരു ID നമ്പർ വാങ്ങിച്ച് ഒരു ഡിസ്ട്രിബ്യൂട്ടറായി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു ഉൽപ്പന്നം അദ്ദേഹം വാങ്ങിക്കുമ്പോൾ അതിന്റെ മുകളിലുള്ള മുഴുവൻ സീനിയേഴ്സിനും അതിൽ നിന്നുള്ള ചെറിയ കമ്മീഷൻ കിട്ടാൻ പോകുന്ന സുന്ദരമായ ദിവസങ്ങളിലൂടെ കടന്നു പോകാൻ പോകുന്ന മെമ്പേഴ്സാണ് നമ്മൾ വിളിച്ചത്. അങ്ങനെ മാക്സിമം നിങ്ങൾക്ക് വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് നല്ല ഒരു ടീം ഫോം ചെയ്യാനായിട്ട് തയ്യാറാണ്. നല്ല ഒരു ടീം ഫോം ചെയ്യുന്ന മെമ്പേഴ്സിന് മാത്രമേ ആ രീതിയിൽ പരിധിയില്ലാത്തൊരു വരുമാനം സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ഏതായാലും റീപർച്ചേസ് ഇൻകം തൊട്ടടുത്ത ദിവസം തന്നെ 15-ാം തീയതിയോടെ റീപർച്ചേസ് ഇൻകം നല്ല രീതിയിൽ ആരംഭിക്കാൻ പോകുന്നുണ്ട്. ഒരുപക്ഷെ 1 പോയാലും ആ വരുമാനം കിട്ടും. പരിധിയില്ലാത്ത വരുമാനമാണ്. വേണമെങ്കിൽ ദിവസം കോടികൾ വരുമാനം ഉണ്ടാക്കാം. അതിന് അൺലിമിറ്റഡ് ഇൻകം ആണ് വരാൻ. അപ്പൊ ആ സാധ്യതകളെല്ലാം തന്നെ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. എങ്കിലും ഈ വരാൻ പോകുന്ന സാധ്യതകളെല്ലാം തന്നെ ഉണ്ടെങ്കിലും നമ്മളുടെ ടീം തീരുമാനിച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് ട്രെൻഡ് സെറ്റ് ചെയ്ത കാന്ത ചികിത്സയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങൾ തന്നെ പുതിയ മെമ്പേഴ്സിനോട് പറയാനാണ് നമ്മൾ തീരുമാനിച്ചത്. ബെന്നി സാറിന്റെ ടീം തീരുമാനിച്ചിട്ടുള്ളത് പുതിയ മെമ്പേഴ്സിനോട് ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. മറ്റു ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചുള്ള നമുക്ക് സൂം മീറ്റിംഗിൽ വിശദമായിട്ട് സംസാരിക്കാം. വരും ദിവസങ്ങളിൽ സൂം മീറ്റിംഗ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് 3 സൂം മീറ്റിംഗ് ആണ്. ചൊവ്വാഴ്ച രാവിലെ, വ്യാഴാഴ്ച രാവിലെ, ശനിയാഴ്ച രാവിലെ 2 സൂം മീറ്റിംഗ് ഉണ്ട്. പിന്നെ ബുധനാഴ്ച വൈകിട്ടും ഞായറാഴ്ച വൈകിട്ടും കമ്പനി മീറ്റിംഗിൽ അല്ലെങ്കിൽ നമ്മളെ സൗത്ത് ഇന്ത്യൻ ടീമിന്റെ മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 4 ദിവസം ബെന്നി സാർ ഒഴിവിട്ടത് എന്തിനാണ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ബെന്നി സാർ എന്നോട് പറഞ്ഞ മറുപടി, കഴിവുള്ള ലീഡേഴ്സ് നമ്മുടെ ടീമിൽ വരും, അവർക്ക് ഒരേ ദിവസം കൊടുക്കേണ്ടി വരും. അപ്പൊ അതിനുവേണ്ടിയാണ് ഞാൻ 4 ദിവസം മാറ്റിയിട്ടുള്ളത്. എന്റെ ഈ സൂമിൽ പങ്കെടുക്കുന്ന 76 മെമ്പേഴ്സിനോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു ദിവസം ബുക്ക് ചെയ്യുക അഡ്വാൻസ് ആയിട്ട്. തിങ്കളാഴ്ച ഒരു ഗ്യാപ്പ് ഉണ്ട്, ബുധനാഴ്ച ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് നിങ്ങളുടേതായിട്ട് മാറും. ആ ദിവസം നിങ്ങളുടെ ടീമിന് വേണ്ടി പ്രയോജനപ്പെടുത്തും, നിങ്ങളുടേതായിട്ട് മാറും. കാരണം ഇനി നമുക്ക് ഏതാനും സൂം മീറ്റുകളുടെ മാത്രം ഗ്യാപ്പേ ഉള്ളു. വരും ദിവസങ്ങളിൽ നമ്മൾ സൂമിലൂടെ ഇരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നത്. കാരണം പുതിയ മെമ്പേഴ്സിന് 30 ദിവസം കൊണ്ട് നമുക്ക് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് വെൽക്കം ബോണസ് വാങ്ങിക്കേണ്ട ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കാൻ സാധിക്കുന്ന ടീമുകൾ മാത്രമേ ഡെവലപ്പ് ചെയ്യുള്ളൂ. ഇനിയിപ്പോ A ക്ലാസ് മെമ്പേഴ്സ് ഉണ്ടാവും, B ക്ലാസ് മെമ്പേഴ്സ് ഉണ്ടാവും, സവർണന്മാരുണ്ടാവും, അവർണന്മാരുണ്ടാവും.
പഴയ അയിത്താചാരം വീണ്ടും വരാൻ പോണേണ്. എന്ന് പറഞ്ഞാല് 30 ദിവസം കൊണ്ട് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിന് 7750 രൂപ അവർക്ക് ഫാമിലി ബോണസ് കിട്ടുമ്പോൾ ക്രൈറ്റീരിയ 30 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാത്ത മെമ്പേഴ്സിന് 5000 രൂപ മാത്രമേ ഈ ഫാമിലി ബോണസും അവയർനെസ് ബോണസും കൂടി കിട്ടുള്ളൂ. അങ്ങനെ 2750 രൂപയുടെ ഡിഫറൻസ്. ഇത് ഒരു പേവട്ടില്ല, ഒരു മാസത്തെ പേവട്ടില്ല, ഒരു വർഷത്തെ പേവട്ടില്ല, 10 വർഷത്തെ പേവട്ടിലാണെങ്കിൽ നമുക്ക് സഹിക്കാന്ന് വിചാരിക്കാം. ജീവിതകാലം മുഴുവനും ഇതിന്റെ കമ്പനി നമുക്കൊരു അവസരം തന്നിട്ടുണ്ട്. നമ്മൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ മരണം പരമമായ സത്യമാണ്. നമ്മളുടെ അവകാശിക്ക് അടുത്ത പേവട്ട് നമ്മളുടെ അവകാശിക്ക് കിട്ടും. ഒരൊറ്റ പേവട്ട് പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ല. അങ്ങനെ അടുത്ത തലമുറയിലേക്കും നമ്മൾ ID നമ്പർ കൈമാറുമ്പോൾ നമുക്ക് അവിടെ 5000 രൂപ മാത്രമേ പേവട്ട് കിട്ടൂ. ഒരു വലിയ സാമ്പത്തിക നഷ്ടമായിരിക്കും വരാൻ പോകുന്നത്. ഈ സാമ്പത്തിക നഷ്ടം എന്തും ആകട്ടെ, ആ വ്യക്തി B ക്ലാസ് മെമ്പർ എന്നുള്ള രീതിയിൽ അറിയപ്പെടും. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് നമ്മളുടെ ടീം മുൻകൂട്ടി ഒരുങ്ങി കഴിഞ്ഞ് നമ്മുടെ ടീമിൽ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന മെമ്പേഴ്സിന് എല്ലാവരും തന്നെ 30 ദിവസത്തിനുള്ളിൽ അവരെ കൊണ്ട് ആ വെൽക്കം ബോണസ് വിൻ ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറായി കഴിഞ്ഞു. ഇന്ന് നമ്മളുടെ ടീമിൽ വളരെയേറെ ബിസിനസ് കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ സൗത്ത് ഇന്ത്യൻ ടീമിൽ 100 കണക്കിന് കുടുംബങ്ങളിലേക്ക് ഫാമിലി ബോണസ് എത്തിക്കാൻ പോകുന്ന ലീഡർ ബെന്നി സാറാണ്. ബെന്നി സാറിന്റെ ടീമിലാണ് ഇന്ന് 100 കണക്കിന് മെമ്പേഴ്സിന് ഫാമിലി ബോണസ് കിട്ടാൻ പോകുന്നത്. ഒരു റെക്കോർഡ് ബിസിനസ് ആണ് ഇന്ന് നമ്മളെ ടീം കൊടുക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതിൽ വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ്. റെക്കോർഡ് കുടുംബങ്ങളിലേക്ക് 10,000ങ്ങളും 7750 മേലുള്ള ഒരു വരുമാനം, 10,000 വരുമാനം നമുക്ക് എത്തിച്ചു കൊടുക്കാന്ന് പറഞ്ഞാല് നമുക്കത് വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനോ നമ്മളെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി സാറിനോ സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സൗത്ത് ഇന്ത്യൻ ടീമിൽ ബെന്നി സാറിന്റെ ടീം ഇന്ന് സാധിച്ചു കൊടുക്കാൻ പോകുന്നത്. 100 കണക്കിന് കുടുംബങ്ങളിലേക്ക് 10,000 കണക്കിന് രൂപ. അതൊരു വലിയ കാര്യം തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ആ ഒരു സന്തോഷത്തിന്റെ ഒരു മറുവശം എന്ന് പറഞ്ഞാല് 100 കണക്കിന് മെമ്പേഴ്സാണ് ഇന്ന് പുതുതായിട്ട് നമ്മൾ ബെന്നി സാറിന്റെ ടീമിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഈ 100 കണക്കിന് മെമ്പേഴ്സിന് അടുത്ത 30 ദിവസത്തിനുള്ളിൽ നമുക്ക് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യണം. ലീഡേഴ്സായ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. ഒറ്റ ആളെ പോലും നമ്മളെ ടീമിൽ നമ്മൾ B ക്ലാസ് ആക്കില്ല. എല്ലാവരും അവർ A ക്ലാസ്സിലായിരിക്കും. അങ്ങനെ അവരുടെ എല്ലാവരെയും A ക്ലാസ്സിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ പുതുതായിട്ട് വന്നിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അവർക്ക് 2 പേരെ ജോയിൻ ചെയ്യാനുള്ള അനുകൂല സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. നമ്മളെ വിശ്വസിച്ചാണ് അവർ വന്നിട്ടുള്ളത്. അവർക്ക് വേണ്ട അനുകൂല സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. എങ്ങനെ നമുക്ക് അനുകൂല സാഹചര്യം ഒരുക്കി കൊടുക്കാൻ സാധിക്കും? ആ അനുകൂല സാഹചര്യത്തിന് നമ്പർ 1 എന്ന് പറയുന്നത് സൂം മീറ്റിംഗ് ആണ്. കാരണം വ്യത്യസ്ത മേഖലകളിലുള്ള മെമ്പേഴ്സാണ് അവരുള്ളത്. ഷൊർണൂരുള്ള മെമ്പേഴ്സ് ഉണ്ട്, തിരുവനന്തപുരത്തുള്ള മെമ്പേഴ്സ് ഉണ്ട്, കാസർഗോഡുള്ള മെമ്പേഴ്സ് ഉണ്ട്, കർണാടകയിലുള്ള മെമ്പേഴ്സ് ഉണ്ട്. ഇന്ന് ജോയിൻ ചെയ്യാൻ പോകുന്ന മെമ്പേഴ്സ് വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള മെമ്പേഴ്സാണ്. അന്യ സംസ്ഥാനങ്ങളിലുള്ള മെമ്പേഴ്സ് പോലെയാണ്. ഇവരൊക്കെ ഒരു ഹാളിൽ വിളിച്ചു കൂട്ടി ട്രെയിനിങ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസാധ്യമായ കാര്യമാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് സൂം മീറ്റിങ്ങിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഇവിടെയുള്ള ലീഡേഴ്സ് ബാക്കിയുള്ള 4 ദിവസങ്ങളിൽ ബുക്ക് ചെയ്യാനും അവർ ആ മീറ്റിംഗ് നടത്താനും തയ്യാറാകുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ടീം മാക്സിമം ഡെവലപ്പ് ചെയ്യാനായിട്ട് തയ്യാറാവുള്ളൂ. സഹായിക്കാനായിട്ട് ഞങ്ങളുണ്ട്. MPR ഒരു 10 മിനിറ്റ് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ റെഡിയാണ്. കാരണം നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പൊ ശക്തമായ സൂം മീറ്റിംഗ് നടത്താനും സൂം മീറ്റിംഗിൽ 100 മെമ്പേഴ്സിനെ തന്നെ തകർക്കാനും നമ്മളെ ബഹുമാനപ്പെട്ട ബെന്നി സാറിനെ കൊണ്ട് ഈ സൂം 500ലേക്ക് മാറ്റാനും നമ്മൾ ഓരോരുത്തരും തന്നെ തയ്യാറാണ്. എങ്കിൽ മാത്രമേ നമ്മളുടെ ടീമിൽ B ക്ലാസ് മെമ്പേഴ്സ് ഇല്ലാതിരിക്കൂ. അതോടൊപ്പം തന്നെ ഇന്ന് 2 മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്യാൻ 100 കണക്കിന് മെമ്പേഴ്സ് തയ്യാറായി കഴിഞ്ഞു. ആ മെമ്പേഴ്സിന് എല്ലാവരും തന്നെ ഇന്ന് തൃശ്ശൂര് 10 മണിക്ക് നടക്കുന്ന മീറ്റിംഗ് ആണ്. കേരളത്തിൽ 9 മാസം കൊണ്ട് കോടീശ്വരനായ മനോജ് സാറാണ് ആ മീറ്റിംഗ് ഫിനിഷ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് വളരെയേറെ എക്സ്പീരിയൻസ് ഉള്ള മെമ്പേഴ്സാണ്, എക്സ്പെർട്ട് മെമ്പറാണ്. ജീവിതത്തിന്റെ പിന്നവസ്ഥയിൽ നിന്ന് വിജയിച്ച വ്യക്തിയാണ്. 21 വർഷം വാടക വീട്ടിൽ താമസിച്ചിരുന്ന ഒരുപാട് യാതനകളും വേദനകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദാരിദ്ര്യങ്ങളും അനുഭവിച്ച ഒരു വ്യക്തിയാണ് പൂർണ്ണചന്ദ്രനെ പോലെ ഇന്ന് വിളങ്ങി നിൽക്കുന്നത്. അദ്ദേഹമാണ് ഇന്ന് മീറ്റിംഗ് ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് മനുഷ്യ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങാനും അവന്റെ മനസ്സിന്റെ മൃദുല തന്ത്രകളിൽ ഒരു ചലനം ഉണ്ടാക്കാനും സാധിക്കുന്ന മന്ത്രങ്ങളാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. അത് വാക്കുകളല്ല, അത് മന്ത്രങ്ങളാണ്. ആ വാക്കുകൾ കേൾപ്പിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണ്. അതിന് അല്പസ്വല്പം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുണ്ട്. ഒരു പുതിയ വ്യക്തിനെ കൊണ്ട് ഒരു പക്ഷെ ലീവ് എടുപ്പിക്കേണ്ടി വരും. അവന്റെ ജീവിതം മാറ്റിമറിക്കാൻ വേണ്ടിയാണ് നമ്മൾ ലീവ് എടുപ്പിക്കുന്നത്. അങ്ങനെ ബെന്നി സാറിന്റെ ടീമായിരിക്കണം ഇന്ന് തൃശ്ശൂരിന്റെ ഹാള് നിറക്കേണ്ടത്. കാരണം 10 മണിക്ക് മുമ്പ് തന്നെ ഇരിപ്പിടങ്ങൾ നമ്മൾ സ്വന്തമാക്കും. മറ്റു ടീമുകളിലെ മെമ്പേഴ്സ് വരുമ്പോൾ അവർ പിൻനിരയിൽ നിന്നോട്ടെ, B ക്ലാസ് ആയിക്കോട്ടെ. നമ്മളായിരിക്കണം A ക്ലാസ്സിൽ നിൽക്കേണ്ട മെമ്പേഴ്സ്. നമ്മളായിരിക്കണം. നമ്മളെ A ക്ലാസ്സിലുള്ള മെമ്പേഴ്സ് സവർണരാണ് നമ്മൾ. ആ ഒരു അഭിമാനത്തോട് തന്നെ നമ്മളുടെ മുന്നോട്ട് പോകണം. നാളെ ബുധനാഴ്ച 3:30 മണിക്ക് എറണാകുളത്ത് BOP ഉണ്ട്. പുതിയ മെമ്പേഴ്സിന് വേണ്ടിയുള്ള മീറ്റിംഗ് ഉണ്ട്. ഇന്ന് ജോയിൻ ചെയ്ത മെമ്പേഴ്സിന് എല്ലാവരെയും തന്നെ
നാളെ നിങ്ങൾ അവിടെ എത്തിച്ചിരിക്കണം. ഒരു ഒഴിവൊഴിവും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം 30 ദിവസമാണ് പുതിയ വ്യക്തികളെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മളെ മുന്നിലുള്ളത്. ഈ 30 ദിവസം ധാരാളമാണെന്ന് നമുക്കറിയാം. പക്ഷെ 30 ദിവസം ധാരാളമാണ്. പക്ഷെ ബെന്നി സാറിന്റെ ടീം എടുത്തിരിക്കുന്ന തീരുമാനം 30 ദിവസം കൊണ്ടല്ല, 10 ദിവസം കൊണ്ടാണ് പുതിയ മെമ്പേഴ്സിനെ കൊണ്ട് നമ്മൾ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ പുതിയ വ്യക്തികൾക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ദിവസം 10 ദിവസം മാത്രമാണ്. ആ 10 ദിവസം കൊണ്ട് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യിക്കാനായിട്ട് സൗത്ത് ഇന്ത്യൻ ടീമിന്റെ നമ്മളുടെ ധീരനായ പോരാളി സേവ്യർ സാറ് ബെന്നി സാറിന്റെ ടീമിൽ ഇന്ന് 100 കണക്കിന് റിക്രൂട്ട്മെന്റ് നടക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നാളെ അദ്ദേഹം നമുക്ക് എറണാകുളത്ത് BOP വെച്ചിട്ടുള്ളതും ആ BOP വരാൻ തയ്യാറായിട്ടുള്ളത്. അപ്പൊ ആ അവസരങ്ങള് ഓരോ നിമിഷങ്ങൾക്കും വിലപ്പെട്ടതാണ്. വിജയം എന്നുള്ളത് ദൈനംദിന പ്രവർത്തനങ്ങളുടെ ആകത്തുകയാണ്. പക്ഷെ ബെന്നി സാറിന്റെ ടീമില് വിജയം എന്നുള്ളത് നമ്മളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലല്ല, ദൈനംദിന പ്രവർത്തനങ്ങൾ ആ ദൈനംദിന നിമിഷങ്ങളുടെ ആകത്തുകയാണ്. ദൈനംദിന നിമിഷങ്ങൾ, ഒരു നിമിഷം നമുക്ക് പാഴാക്കാനില്ല. ഓരോ നിമിഷങ്ങളും നമുക്ക് വിലപ്പെട്ടതാണ്. ആ ഓരോ നിമിഷങ്ങളുടെയും പ്രവർത്തനങ്ങളുടെ ആകത്തുകയാണ് വിജയം എന്നുള്ളത്. ആ മനോഭാവത്തോടെ ആ രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ 2025 സൗത്ത് ഇന്ത്യൻ ടീം 100 മെമ്പേഴ്സിന് മീറ്റിംഗ് നടത്തുമ്പോൾ ആ 100 പേരെയും ബെന്നി സാറിന്റെ ടീമിൽ നിന്ന് അണിനിരത്താനായിട്ട് നമുക്ക് സാധിക്കും. ഇനി പുതുതായിട്ട് വരുന്നൊരു വ്യക്തിനെ പോലും കോടീശ്വരനാകാനുള്ള ഒരവസരമാണ് നമുക്കുള്ളത്. ആ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് നമ്മളെ കാന്ത ചികിത്സയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങൾ തന്നെ പറയാനായിട്ട് നമ്മൾ തയ്യാറാകണം. ഈ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത ഒന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ടുള്ള ഞാൻ ഇതിനെ കുറിച്ച് പറയാറില്ല, പറയാതെ പറ്റൂല. അതുകൊണ്ടാണ് ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഞാൻ ഒന്നുകൂടി പറയുന്നത്. നിലവിലുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ്. അഥർവ വേദത്തില് ഒരു അധ്യായം തന്നെ കാന്ത ചികിത്സയെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. വേദകാലം എന്ന് പറഞ്ഞാല് ക്രിസ്തുവിന് മുമ്പ് 3500 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇന്നൊക്കെ 5500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിട്ടുള്ള അഥർവ വേദത്തിന്റെ ഒരു അധ്യായം തന്നെ ഈ കാന്ത ചികിത്സയെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. ഒരുപക്ഷെ ലോകത്തിന് ഈ ചികിത്സാ സമ്പ്രദായം ദാനം ചെയ്തത് ഭാരതമായിരിക്കണം. പിന്നെ ഈ കാന്തത്തിന്റെ ഒരു പ്രത്യേകത, കാന്തത്തിന്റെ പരമാണുക്കൾ എപ്പോഴും സമാന്തര രേഖയിലായിരിക്കുന്നത്. അതുകൊണ്ടാണ് കാന്തത്തിന് ഇരുമ്പിനെ ആകർഷിക്കാൻ സാധിക്കുന്നത്. കാരണം നമ്മൾ ബെന്നി സാറിന്റെ ടീമിൽ പ്രവർത്തിക്കുന്ന മെമ്പേഴ്സ് ആണ്. അപ്പൊ നമ്മൾ കുറച്ചും കൂടി അറിവുള്ളവരായിരിക്കും. നമ്മൾ സവർണരാണ്, നമ്മൾ A ക്ലാസ് മെമ്പേഴ്സ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ സംബന്ധിച്ച് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് ഞാൻ പറയുന്നത്. കാന്തം എന്തുകൊണ്ട് ഇരുമ്പിനെ ആകർഷിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാന്തത്തിന്റെ പരമാണുക്കളെല്ലാം തന്നെ പാരലായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് കാന്തത്തിന് ഇരുമ്പിനെ ആകർഷിക്കാൻ സാധിക്കുന്നത്. സിദ്ധവൈദ്യം എന്ന് പറയുന്നത് ഈശ്വരന്മാരുടെ വൈദ്യമാണ്, മഹർഷിമാരുടെ വൈദ്യമാണ്. അതാണ് സിദ്ധവൈദ്യം എന്നതിന് പറഞ്ഞത്. മുനിമാരുടെ വൈദ്യമാണ്. ആ സിദ്ധവൈദ്യത്തില് ഇരുമ്പിനേക്കാൾ 100 മടങ്ങ് കഴിവ് ഉരുക്കിനേക്കാൾ 100 മടങ്ങ് കഴിവ് കാന്തത്തിനും ഉണ്ടെന്നാ പറയുന്നത്. അതുകൊണ്ടാണ് കാന്തലോഹ ഭസ്മം അവരുടെ ചികിത്സയിൽ ഉപയോഗിക്കുന്നത്. ഈ കാന്തലോഹ ഭസ്മം ഒരു തന്മാത്ര ഉപയോഗിച്ചാല് 100 കുപ്പി അയൺ ടോണിക്ക് ഉപയോഗിക്കുന്നതിനേക്കാളും പ്രയോജനം. ജരാനരകൾ മാറുന്നുണ്ട്, യൗവനം തിരിച്ചു വരുന്നുണ്ട്, ചുവന്ന് തുടുത്തിരിക്കുക വ്യക്തി. അതാണ് ഈ കാന്തലോഹ ഭസ്മത്തിന്റെ പ്രത്യേകത. ദേഹകാന്തി വർദ്ധിപ്പിക്കുന്നതിനും ത്രിദോഷങ്ങളെ ശമിപ്പിക്കുന്നതിനും ക്ഷയം, കുഷ്ഠം, വിസർപ്പം, മേഹപ്പുറ്റ്, വൃണം, അർഷസ്, ഗുൽമം, പാണ്ടിന് മരുന്നില്ല, പക്ഷെ പാണ്ടിന് മരുന്നുണ്ട് സിദ്ധവൈദ്യത്തിന്. പാണ്ട് എന്നീ രോഗങ്ങൾക്ക് കാന്തലോഹ ഭസ്മം ശ്രേഷ്ഠമാണെന്ന് കൽപ്പ ചികിത്സാ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു. കാരണം കാന്ത ചികിത്സയെ കുറിച്ച് നമ്മൾ പഠിക്കും. അത് അവസരോചിതമായിട്ട് പറയാം. കൂടുതൽ പഠിക്കുന്ന മെമ്പേഴ്സിന് മാത്രമേ കൂടുതൽ വിജയം കൊയ്യാൻ സാധിക്കുള്ളൂ. ആധികാരികമായിട്ട് തന്നെ പറയാം. ഈ കാര്യങ്ങൾ ആധികാരികമായ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ആധികാരികമായിട്ട് തന്നെ നമ്മൾ പറയണം. അല്ലാണ്ട് നമ്മൾ സ്ലൈഡ് ഇട്ട് പറയേണ്ട മെമ്പേഴ്സ് അല്ല. നമ്മൾ ട്രെൻഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ കയ്യിൽ മീറ്റിംഗ് വരും. നമ്മൾ സ്ലൈഡ് ഇട്ടെന്നല്ല പറയുന്നത്. നമ്മൾ ചരിത്രം മാറ്റും. കാരണം നമ്മൾ A ക്ലാസ് മെമ്പേഴ്സ് ആണ്. അതുപോലെ ഹോമിയോപതിയില് ഡോക്ടർ സാമുവൽ ഹനിമാൻ രചിച്ച ഹോമിയോ തത്വശാസ്ത്രത്തില് 27ാം ഖണ്ഡികയില് ധാതുകാന്തത്തിന്റെ പ്രയോഗം, മിനറൽ മാഗ്നറ്റിന്റെ പ്രയോഗം രോഗശമനത്തിന് വേണ്ടി പറയുന്നുണ്ട്. കൃത്യമായിട്ട് തന്നെ പറയാനായിട്ട്
288 ഖണ്ഡികയിൽ പറയുന്നത് ദൈവം പ്രദാനം ചെയ്യുന്ന പ്രതിഫലം കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത അത്ഭുതകരമായ ഒരു സംഗതിയാണ് കാന്ത ചികിത്സ എന്ന് പറയുന്നത്. നമ്മള് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഉൽപ്പന്നം, ദൈവം ഇറങ്ങി വന്ന് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതിനു മുമ്പ് തന്നെ ഡോക്ടർ ഹാനിമാൻ 288 ഖണ്ഡികയില് പറയുന്നത് ദൈവം പ്രദാനം ചെയ്യുന്ന പ്രതിഫലം കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത, കാരണം ദൈവം നമുക്ക് തന്നിട്ടുള്ളതാണ്. ഈ മാഗ്നറ്റിക് പവർ ദൈവം നമുക്ക് തന്നിട്ടുള്ളതാണ്. അതിന് പ്രതിഫലം ഒന്നും കൊടുക്കണ്ട. അതാണ് ഡോക്ടർ ഹാനിമാൻ പറയുന്നത്. അത്ഭുതകരമായ ഒരു സംഗതിയാണ് കാന്ത ചികിത്സ എന്നാണ് പറയുന്നത്. കാന്തം ആവർത്തിച്ചുണ്ടാക്കുന്ന ഒരു മരുന്ന് ഹോമിയോ ചികിത്സയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പാരസെൽസ്, ഡോക്ടർ പാരസെൽസ് ആണ് ഈ മാഗ്നറ്റ് തെറാപ്പി ലോകം മുഴുവൻ പ്രചരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ജീവിതകാലം 1493 അദ്ദേഹം ജനിച്ച് 1541 അദ്ദേഹം മരിച്ചത്. എന്ന് പറഞ്ഞാൽ 15-ാം നൂറ്റാണ്ടിന്റെ ഒടുവില് 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ലോകത്തിലെ ഏറ്റവും നല്ല ഫിഷുകാരനായിരുന്നു ഈ പാരസെൽസ്. അദ്ദേഹം രോഗത്തെ 100% ശമിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ്. അലോപ്പതി ചികിത്സയിലൂടെ 100% ഫലപ്രാപ്തി കണ്ടെത്താൻ സാധിച്ചപ്പോൾ നാച്ചുറൽപതി, ഹൈഡ്രോതെറാപ്പി, ഫുഡ് തെറാപ്പി, മഡ് തെറാപ്പി, അങ്ങനെയുള്ള അങ്ങനെയുള്ള പുരാതനമായ ചികിത്സാ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിയപ്പോഴും 100% റിസൾട്ട് കിട്ടാതെ ആയപ്പോഴാണ് ഈ നമ്മളെ ഭാരതത്തില് ഉപയോഗിച്ചിരുന്ന കാന്ത ചികിത്സ പ്രയോജനപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായത്. 100% റിസൾട്ട് കിട്ടി. അങ്ങനെ 100% റിസൾട്ട് കിട്ടിയപ്പോൾ എന്തുകൊണ്ടാണ് മാഗ്നറ്റിന് 100% റിസൾട്ട് മനുഷ്യ ശരീരത്തിന് ഉണ്ടാക്കാൻ സാധിച്ചത് എന്ന് അദ്ദേഹത്തിന് ഗവേഷണം ചെയ്യാൻ സാധിച്ചപ്പോൾ മനുഷ്യ ശരീരം അടിസ്ഥാനപരമായിട്ട് കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. ഓരോ കോശങ്ങൾക്കും ഒരു സെൽ വോൾട്ടേജ് ഉണ്ട്. ആ സെൽ വോൾട്ടേജിൽ വരുന്ന വ്യതിയാനമാണ് ശരീരത്തിന് ഡിസോർഡർ എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു ഫിഷുകാരനാണ് ഈ പാരസെൽസ് എന്ന് പറയുന്ന ഡോക്ടർ. അദ്ദേഹമാണ് കാന്ത ചികിത്സ ആധുനിക കാലഘട്ടത്തിൽ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചത്. ഇനി അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് മെസ്മർ. മെസ്മറിസം കണ്ടുപിടിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് മെസ്മർ. മെസ്മറിസം കണ്ടുപിടിച്ച ആളെന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ, അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. അതാണ് ഇപ്പൊ കുറ്റാന്വേഷണ വൈദ്യശാസ്ത്രത്തിലൊക്കെ ഈ മെസ്മറിസം ഉപയോഗിക്കുന്നത്. ഈ മെസ്മർ കണ്ടുപിടിച്ചൊരു ശാസ്ത്രമാണ്. അദ്ദേഹം മാഗ്നറ്റ് തെറാപ്പി ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ടെസ്റ്റ് മോണിയിൽ അദ്ദേഹം രചിച്ച പുസ്തകത്തില് അദ്ദേഹം ഒരു ടെസ്റ്റ് മോണിയിൽ പറയുന്നത് 29 വയസ്സുള്ള ഒരു സ്ത്രീ തലവേദന, ഛർദി, ബോധക്കേട്, ഉഗ്രകോപം എന്ന് പറഞ്ഞാല് ബാധ കൂടിയതുപോലെയാണ്. നമ്മുടെ മലയാളത്തിൽ ബാധ കൂടുന്ന് പറയുന്നത്. എല്ലാ ചികിത്സകളും പ്രയോജനപ്പെടുത്തി ആ ചികിത്സകളൊന്നും പ്രയോജനപ്പെടാതെ വന്നപ്പോൾ കാന്ത ചികിത്സയിലൂടെ ആ സ്ത്രീയെ 100% ആരോഗ്യവതിയാക്കി അവർക്കൊരു ജീവിതം തിരിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നുള്ള ടെസ്റ്റ് മോണിയില് അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഗ്രന്ഥങ്ങളിൽ പറയുന്നു. റഷ്യൻ ശാസ്ത്രജ്ഞനായ SRS പറയുന്നത് മനുഷ്യ ശരീരം ഇന്ന് ഒരു സങ്കീർണമായ യന്ത്രമാണെന്നാ പറയുന്നത്. ലോകത്തിന് ഇന്നും കണ്ടെത്താൻ സാധിക്കാത്ത അത്ഭുതകരമായ സങ്കീർണമായ ഒരു യന്ത്രമാണ് മനുഷ്യ ശരീരം എന്ന് പറയുന്നത്. എങ്ങനെയാണ് മനുഷ്യ ശരീരം പ്രവർത്തിക്കുന്നത്? മനുഷ്യ ശരീരത്തിന് പ്രവർത്തിക്കാനായിട്ട് ഒരു ഊർജം ആവശ്യമാണ്. ഒരു ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ ആവശ്യമാണ്. മനുഷ്യ ശരീരത്തിൽ ഒരു ഇലക്ട്രോ സർക്യൂട്ട് ഉണ്ട്. മനുഷ്യ ശരീരത്തിൽ ഒരു ബയോ ഇലക്ട്രോ സർക്യൂട്ട് ഉണ്ടെന്നും മനുഷ്യ ശരീരം പ്രവർത്തിക്കാൻ ഒരു ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ ആവശ്യമാണെന്ന് ആണ് റഷ്യൻ ശാസ്ത്രജ്ഞനായ SRS പറയുന്നത്. അതുപോലെ ആസ്ട്രൽ മെഡിസിനിലുള്ള അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള അലീഷ മൂപ്പ പറയുന്നത് പൾസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ള ചികിത്സാ സമ്പ്രദായമാണ് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ലോകം അടക്കി ഭരിക്കാൻ പോകുന്ന ചികിത്സാ സമ്പ്രദായം ആണ് എന്ന് പറയുന്നത് ഞാനല്ല, സാഗർ ജോഷി സാറല്ല, ബെന്നി സാറല്ല, നമ്മളെ ആസ്ട്രൽ മെഡിസിനുള്ള അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള അലീഷ മൂപ്പനാണ്. എന്താണ് ഈ PME എന്നുള്ളതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാല് പൾസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്. മരുന്ന് കഴിക്കാതെ, ശസ്ത്രക്രിയ ചെയ്യാതെ ഈ പൾസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഓരോ വ്യക്തികളുടെയും വീടുകളിലെ സുഖ സൗകര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ഓരോ വ്യക്തികൾക്കും രോഗങ്ങൾ ഇല്ലാതെയാക്കാൻ സാധിക്കും എന്നാണ് നമ്മളുടെ ആശ്രമ മെഡിസിനുള്ള മൂപ്പന്റെ മോളായിട്ടുള്ള അലീഷ മൂപ്പൻ അവകാശപ്പെടുന്നത്. ഇതിനേക്കാൾ കൂടുതൽ എന്ത് വേണം? ഇനി പ്രൊഫസർ വിവേകാനന്ദൻ പറയുന്നത് ഇന്ന് നമുക്ക് രോഗങ്ങൾ വരുന്നതിന്റെ കാരണം ചെരുപ്പാണ്. രോഗങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ കാരണം ചെരുപ്പാണ്.
ലോകത്തിലെ ഏറ്റവും മോശമായ കണ്ടുപിടുത്തം ചെരുപ്പാണ് എന്നാണ് നമ്മളുടെ പ്രൊഫസർ വിവേകാനന്ദ പറയുന്നത്. ചെരുപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇത്രയേറെ രോഗങ്ങൾ വന്നതും ഇത്രയേറെ പഞ്ചനക്ഷത്ര ഹോസ്പിറ്റലുകൾ വന്നതും ഇത്രയേറെ ഡോക്ടർമാരും ഇത്രയേറെ മരുന്നുകളും വന്നതും ജനങ്ങൾ കഷ്ടപ്പെടാൻ തുടങ്ങിയത് ചെരുപ്പുകൾ വന്നതിന് ശേഷമാണെന്ന് പറയുന്നത്. കാരണം മനുഷ്യരായ ലോകത്ത് ഈ ഭൂമിയിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട്, കോടാനുകോടി ജീവജാലങ്ങളുണ്ട്. ഈ ജീവജാലങ്ങളിൽ 2 ജീവജാലങ്ങൾക്ക് വേണ്ടി മാത്രമേ ഹോസ്പിറ്റലുള്ളൂ. അതൊന്നും മനുഷ്യനും 2 മനുഷ്യൻ വളർത്തുന്ന മൃഗങ്ങളാണ്. ഇവർക്ക് ഇത്രയേറെ രോഗങ്ങൾ വരുന്നതിന്റെ കാരണം അവർ ചെരുപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയേറെ ഡിസോർഡർ, ഇത്രയേറെ രോഗങ്ങൾ വരുന്നതിന്റെ കാരണം. മനുഷ്യരായ നമ്മളെല്ലാവരും മണ്ണിലും പുല്ലിലും ചെളിയിലും ചവിട്ടിടക്കാൻ തയ്യാറാണെങ്കിൽ, നഗ്നപാതരായിട്ട് ചവിട്ടിടക്കാൻ തയ്യാറാണെങ്കിൽ, കടലിലും കായലിലും നീന്തി കുളിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, നമ്മളെ ശരീരത്തിലുള്ള ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തയ്യാറാവും. നമ്മളെ ബയോ ഇലക്ട്രോ സർക്യൂട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തയ്യാറാവും. നമ്മളെ ശരീരം ഡിസോർഡർ ആവില്ല. ഈശ്വരൻ തന്നിട്ടുള്ള ആയുസ് 120 വയസ്സാണെങ്കിൽ ഈ 120 വയസ്സ് വരെയും ആരോഗ്യത്തോടെ ജീവിക്കാനും ആരോഗ്യത്തോടെ മരിക്കാൻ സാധിക്കുമെന്നാണ് പ്രൊഫസർ വിവേകാനന്ദൻ പറയുന്ന കാര്യം. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊരു ഫാന്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നുണ്ട്. ഫാൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്കറിയാം. അതിന് ഫാന്റെ കംപ്ലൈന്റ് അല്ല, കറണ്ട് ഇല്ല നിങ്ങൾക്കറിയാം. ഉടനെ നിങ്ങൾ കറണ്ട് ഉണ്ടാകുന്ന പരിശോധിക്കും, അവിടെ കറണ്ട് ഉണ്ടാവില്ല. ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ ഫാൻ വർക്ക് ചെയ്യൂല. അത്രയും ബോധം നമ്മളെ മനുഷ്യ ശരീരത്തിനെ കുറിച്ച് മനുഷ്യരെയാ നമുക്കില്ല. ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ ഫാൻ വർക്ക് ചെയ്യില്ലെന്ന് നമുക്കറിയാം. പക്ഷെ ഇലക്ട്രിസിറ്റി ഇല്ല എങ്കിൽ മനുഷ്യ ശരീരം വർക്ക് ചെയ്യില്ല എന്നുള്ളൊരു ബോധം നമുക്കില്ല. നൈലനദിയുടെ നീളം ചോദിച്ചാൽ ഇപ്പൊ പറയും. ഇലക്ട്രോണിക് സംബന്ധമായ കാര്യങ്ങൾ ചോദിച്ചാൽ മുഴുവൻ നമ്മൾ പറയും. അമേരിക്കയുടെ അടുത്ത പ്രസിഡന്റ് ആയിരിക്കും എന്ന് വെച്ചാൽ നമ്മളിപ്പോ പറയും. പക്ഷെ മനുഷ്യ ശരീരം പ്രവർത്തിക്കുന്നത് ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ ആണെന്ന് ഒരു മനുഷ്യനും അറിയാൻ പാടില്ല. അവരെത്ര ശാസ്ത്രജ്ഞരാണെങ്കിലും അറിയാൻ പാടില്ല. ഇത് പറഞ്ഞു കൊടുക്കേണ്ട ധർമ്മം നമ്മളേതാണ്. ഈ ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ എവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളുടെ ധർമ്മമാണ്. അതാണ് നമ്മളുടെ നിയോഗം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. അതിനൊരു ദിവസം 3-4 മണിക്കൂർ മണ്ണിലും പുല്ലിലും ചെടിയിലും നഗ്നപാതരായിട്ട് ചവിട്ടി നടക്കണം, കടലിലോ കായലിലോ നീന്തി കുളിക്കണം. അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നാനോ ടെക്നോളജിയിലുള്ള നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ഉപയോഗിക്കുന്ന ഈ ബയോട്ടോറിയത്തിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കാൻ നിങ്ങൾ പറയണം. അല്ലാണ്ട് മനുഷ്യ ശരീരത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. രോഗിയായിട്ട് ജീവിതം തടഞ്ഞു നീക്കേണ്ട മെമ്പേഴ്സ് അല്ല നമ്മള്. ഈ കാലഘട്ടത്തിൽ എത്രയോ കാലഘട്ടം പിന്നിട്ട് ഈ കാലഘട്ടത്തിൽ ഏറ്റവും മനോഹരമായ ഒരു മനുഷ്യ ജന്മമാണ് നമ്മളുടേത്. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് വിലപിച്ചിട്ട് കാര്യമില്ല. മരിച്ചു മണ്ണടിഞ്ഞിട്ട് ഈ മനോഹര തീരത്ത് ഇനിയൊരു ജന്മം കിട്ടില്ല. ഇല്ല, അങ്ങനെ ഒരു ജന്മം ഇല്ല. എന്തുമാത്രം സന്യാസിമാരും ദൈവങ്ങളും മരിച്ചുപോയി. എന്നിട്ട് അവർക്ക് എന്ത് സംഭവിച്ചെന്ന് ആർക്കെങ്കിലും പറയാമോ? ഈ ദൈവങ്ങളിൽ വന്നു നമ്മളോട് പറഞ്ഞ ഞങ്ങൾക്ക് ഇതാണ് സംഭവിച്ചതെന്ന്. അത് തീർന്ന് അവിടെ തീർന്ന്. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി വയലാർ രാമവർമ്മ എഴുതി, യേശുദാസ് മനോഹരമായിട്ട് പാടി. അതൊരു നൊസ്റ്റാൾജിയ പോലെ മലയാളികൾ ഏറ്റു പറഞ്ഞു നടപ്പുണ്ട്. ഇനിയൊരു ജീവിതം ഇല്ല, ഇതാണ് ജീവിതം. ഇനിയുള്ള കുറെ ദിവസങ്ങളാണ് നമ്മളുടെ ജീവിതം. അപ്പൊ നമ്മളുടെ ആരോഗ്യം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മള് ഈ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കണം. ഇവിടെ ഒരുപാട് ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട്. ഈ ചികിത്സാ സമ്പ്രദായങ്ങളെല്ലാം തന്നെ രോഗം വന്നിട്ട് ചികിത്സിക്കാനുള്ളതാണ്. നിങ്ങൾ നിങ്ങളെ സുഹൃത്തുക്കളോട് ചോദിക്കേ, ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഫാർമസ്യൂട്ടിക്കലിന്റെ അർത്ഥം അറിയാമോ? ഈ ഫാർമസ്യൂട്ടിക്കൽ ആർക്ക് വേണ്ടിയാണെന്ന് അറിയാമോ? ഇത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് ചോദിക്കേ, നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് ചോദിക്കേ, നിങ്ങളുടെ പ്രിയതമനോട് ചോദിക്കേ, നിങ്ങളുടെ മക്കളോട് ചോദിക്കേ, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളോട് ചോദിക്കേ, നിങ്ങളുടെ കൂടെ പഠിച്ച ആളുകളോട് ചോദിക്കേ, കുശല പറയുമ്പോൾ ചോദിക്കേ, ഈ ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്ത് സാധനം അറിയാമോ എന്ന് ചോദിക്കേ. അപ്പോഴേ അവര് വാവിളിക്കൊള്ളു. പറഞ്ഞു മനസ്സിലാക്കണം. നമ്മൾ രോഗം വരുമ്പോഴും ഡോക്ടറെ കാണുന്നുണ്ട്, ഡോക്ടർ ഒരു കുറുപ്പടി തരുന്നുണ്ട്. ആ കുറുപ്പടിയായിട്ട് നമ്മൾ ഫാർമസി പോകുന്നുണ്ട്, അവിടുന്ന് മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അത് രോഗം വന്നിട്ട് ചികിത്സിക്കാനാണ്, രോഗം മാറാൻ വേണ്ടി മാത്രമാണ്. ഭർത്താവിനോട് ഏറ്റവും ഇഷ്ടമുള്ള ഭാര്യ അതിർത്ത് കഴിക്കൂല, അത് രോഗി മാത്രം കഴിക്കണേണ്. അങ്ങനൊരു ചികിത്സയെ നമ്മളുടെ നാട്ടിലുള്ളു. പക്ഷെ ആയുർവേദത്തിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്. അവിടെ രോഗം വന്നിട്ട് ചികിത്സിക്കാൻ അവസരമുണ്ട്, ആരോഗ്യം നിലനിർത്താനുള്ള അവസരമുണ്ട്, ആയുസ് വർദ്ധിപ്പിക്കാനുള്ള രസായന ചികിത്സയുണ്ട്. അത് ആയുർവേദത്തിലുണ്ട്. പക്ഷെ മാഗ്നറ്റ് തെറാപ്പി ഈ മൂന്നിനെയും കവച്ചു വെക്കുന്നുണ്ട്. രോഗം വന്നിട്ട് ചികിത്സിക്കാനായിട്ട് മാഗ്നറ്റ് തെറാപ്പി ഉപയോഗിക്കുന്നുണ്ട്, ആരോഗ്യം നിലനിർത്താനായിട്ട് മാഗ്നറ്റ് തെറാപ്പി ഉപയോഗിക്കുന്നുണ്ട്, ആയുസ് വർദ്ധിപ്പിക്കാനായിട്ട് മാഗ്നറ്റ് തെറാപ്പി ഉപയോഗിക്കുന്നുണ്ട്,
മനസ്സിന്റെ സ്വസ്ഥത, സമാധാനം, സന്തോഷം, ഇത് മാഗ്നറ്റ് തെറാപ്പിയുടെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ആത്മാവിന് ഉണർവേകുന്നുണ്ട്, ഓറ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. 6 കാര്യങ്ങള്. ലോകത്തുള്ള ഏത് ചികിത്സാ സമ്പ്രദായത്തിലാണ് ഈ 6 കാര്യങ്ങൾ കിട്ടുന്നത്? പറയണം. ഈ 6 കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇത് മാഗ്നറ്റ് തെറാപ്പിയിലൂടെ മാത്രമേ കിട്ടുന്നുള്ളൂ. ഈ കഴിഞ്ഞ ദിവസം ഈ ഉൽപ്പന്നം ഉപയോഗിച്ച് ഗുണഫലം കിട്ടിയ ഒരു വ്യക്തി എന്നോട് സംസാരിച്ചപ്പോൾ, ആ വ്യക്തിയുടെ ഭാര്യയും എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാറിന് കാണാത്ത ഒരുപാട് ഗുണഫലങ്ങള്, സാർ അറിയാത്ത ഒരുപാട് ഗുണഫലങ്ങൾ സാറിന് ഇത് കിട്ടിയിട്ടുണ്ട്. ഈ 6 ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. സാറിന്റെ മനസ്സിന് സമാധാനവും സന്തോഷവും ഈ ഉൽപ്പന്നം നൽകിയിട്ടുണ്ട്. സാർ ഒന്ന് ആലോചിച്ച് നോക്കെന്ന് പറഞ്ഞു. അപ്പൊ ആ വ്യക്തിയോട് പറഞ്ഞത്, ശരിയാണ്, ഞാനൊരു ക്ഷിപ്രകോപിയായിരുന്നു, ഇപ്പൊ എനിക്ക് കോപം വരുന്നില്ല, ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയും പറഞ്ഞൊരു കാര്യം, എന്റെ ചേട്ടൻ ഇപ്പൊ എന്നോട് ദേഷ്യപ്പെടാറില്ല. എന്തുകൊണ്ട്? ഒരു പോസിറ്റീവ് എനർജി ആ ആളുടെ ശരീരത്തിൽ വന്ന്. മനസ്സിന് സമാധാനം, മനസ്സിന് സന്തോഷം, ടെൻഷൻ ഇല്ല, ആത്മാവിന് ഉണർവ്. അതുകൊണ്ട് ഓറ ഡെവലപ്പ് ചെയ്ത് ആളുകളാ പട്ടി ഓടിച്ചിടില്ല, പട്ടി കടിക്കൂല എന്നാ പറയുന്നത് ശാസ്ത്രം പറയുന്നത്, സയൻസ് പറയുന്നത്. കുട്ടികൾ ഇഷ്ടപ്പെടും, കുട്ടികൾ നമ്മളെ അടുത്തേക്ക് വരും. അലറി കരയുന്ന കുട്ടിയാണെങ്കിൽ പോലും ഓറ ഡെവലപ്പ് ചെയ്യുന്ന ആളെ കാണുമ്പോ ചിരിക്കും. ഇതെല്ലാം നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞ് ഇങ്ങനെയുള്ളൊരു ചികിത്സാ സമ്പ്രദായം ലോകത്ത് എവിടെയാണുള്ളത്? അതിന്റെ മനോഹരമായ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന മെമ്പേഴ്സ് ആണ് നമ്മൾ ഓരോരുത്തരും. കൊറോണ യോദ്ധ അവാർഡ് കിട്ടിയ ഉൽപ്പന്നം, ആയുഷ് മന്ത്രാലയം അംഗീകരിച്ച ഉൽപ്പന്നം, അങ്ങനെ എന്തെല്ലാം ഗുണങ്ങളാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾക്കുള്ളത്. അപ്പൊ അത്രയും മനോഹരമായ, ഞാൻ ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറാണ്. എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്യാത്ത രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറാണ്. കാരണം നമ്മളുടെ ടീം എ ക്ലാസ് ടീമാണ്, നമ്മളുടെ ടീം സവർണരുടെ ടീമാണ്. ഞാനിവിടെ ജാതി മതവും പറഞ്ഞില്ല, അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചത് മാത്രമല്ല കേട്ടോ. സോറി, എ ക്ലാസ് ടീമാണ്, നമ്മളുടെ ടീം എ ക്ലാസ് ടീമാണ്. ഇപ്പൊ നമ്മളുടെ സമൂഹത്തില് ഈ ക്ഷത്രിയന്മാരുണ്ടായിരുന്നു, വൈശ്യന്മാരുണ്ടായിരുന്നു, ശൂദ്രന്മാരുണ്ടായിരുന്നു. അങ്ങനെ ഒരു വ്യവസ്ഥയിലൂടെ കടന്നുപോയ മെമ്പേഴ്സാണ് നമ്മൾ എടുത്തത്. അതില് ബ്രാഹ്മണന്മാരായിരുന്നു ഏറ്റവും മുന്തിയ ആളുകൾ, കാരണം ദൈവത്തിന്റെ തൊട്ടടുത്തുള്ള ആളുകളായിരുന്നു. ഇനി ക്ഷത്രിയന്മാരെന്ന് പറഞ്ഞാൽ രാജാക്കന്മാരും രാജകാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരായിരുന്നു, അവര് മുന്തിയ ആൾക്കാരായിരുന്നു. അതിനുശേഷം വൈശ്യന്മാരായിരുന്നു. വൈശ്യന്മാരെന്ന് പറഞ്ഞാൽ കച്ചവടക്കാരായിരുന്നു, ഒരു കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ്, ബിസിനസ്സുകാരാണ്, അവർ 3-ാം സ്ഥാനത്ത് നിന്ന ആൾക്കാരാണ്. പിന്നെ ശൂദ്രന്മാര്, കൃഷിപ്പണി ചെയ്യുന്ന ആൾക്കാരും കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാരും മറ്റൊക്കെയായിരുന്നു ശൂദ്രന്മാര്. അങ്ങനെയൊരു ജാതി വ്യവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഞാനിത് പറയാനുള്ള കാരണം, ഇതിൽ 3-ാം സ്ഥാനത്ത് നിന്ന ആൾക്കാരാണ് ശൂദ്രന്മാര്. ബ്രാഹ്മണന്മാര്, ക്ഷത്രിയന്മാര്, വൈശ്യന്മാര് 3-ാം സ്ഥാനത്ത് നിന്ന ആൾക്കാരാണ് വൈശ്യന്മാര്, എന്നൊരു ബിസിനസ്സുകാര്. പക്ഷെ ആ 3-ാം സ്ഥാനത്ത് നിന്ന വൈശ്യന്മാരാണ് ബിസിനസ്സുകാരാണ് ലോകം ഭരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് 2 MLM കമ്പനിയുടെ ഓണറായിരുന്നു, ബിസിനസ്സുകാരായിരുന്നു. നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിലും ഭരിക്കുന്നത് ബിസിനസ്സുകാരാണ് കേട്ടാ. ഇത് ലോകം ഭരിക്കുന്നത് ബിസിനസ്സുകാരാണ്, വൈശ്യന്മാരാണ്. അപ്പൊ ലോക ചരിത്രത്തിൽ 3-ാം സ്ഥാനത്ത് നിന്ന കച്ചവടക്കാരിൽ നിന്ന് ലോകം ഭരിക്കുന്നുണ്ടെങ്കിൽ, ലോകത്തിന്റെ നെറുകയിൽ 1-ാം സ്ഥാനത്ത് വന്നിരുന്നെങ്കിൽ, അതേ ബിസിനസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കേട്ടാ. വരാൻ പോകുന്ന അമേരിക്കൻ പ്രസിഡന്റ് 2 MLM കമ്പനിയുടെ ഓണർ ആയിരുന്നെങ്കിൽ, MLM-നെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരു സെക്രട്ടറി അദ്ദേഹം നിയോഗിച്ചെങ്കിൽ, അതേ MLM ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ലോകത്തിലെ നമ്പർ 1 MLM കമ്പനിയുടെ ഫീൽഡ് സ്റ്റാഫ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ടീമിന്റെ മെമ്പേഴ്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ ബയോട്ടോറിയം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. ബെന്നി സാറിന്റെ ടീം എന്ന് കേട്ടാൽ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. 100 കോടീശ്വരന്മാര് 2025 ഡിസംബർ മാസം നടക്കുന്ന മീറ്റിംഗിൽ നമ്മളുടേതായിരിക്കും. ജയ് ബയോട്ടോ.